ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രോത്തി ലൈം ജ്യൂസാണ് കേട്ടോ. ഇതിന് ഡാൽഗോണ ലൈം എന്നോ സ്നോ ലൈം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമുക്ക് ഈ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റും, അതുപോലെ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ലൈമാണ് കേട്ടോ. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു 2 ഗ്ലാസ് ലൈമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതിലേക്കുള്ള അളവുകളാണ്. ഇനിയൊരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്താം. അതുപോലെ തന്നെ ഞാൻ കുറച്ച് ബദാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 12 ബദാം എടുത്തിട്ടുണ്ട്. ബദാമോ അണ്ടിപ്പരിപ്പോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാരയും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഐസ് ക്യൂബ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഐസ് ക്യൂബ്സ് ചേർക്കുക. വെള്ളത്തിൻ്റെ അളവ് കുറക്കുക കേട്ടോ. തണുപ്പ് കുറവ് മതി എന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ്സ് കുറച്ചിട്ടിടുക. ഇനി ഇതിലേക്ക് തണുത്ത വെള്ളം കൂടെ ഒഴിക്കുക. ഇനി തണുപ്പ് കുടിക്കാത്തവരാണെങ്കിൽ സാധാരണ വെള്ളം ഒഴിച്ചാൽ മതി. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. ബദാമൊക്കെ നല്ല രീതിയിൽ തന്നെ അടിച്ച് എടുക്കുക കേട്ടോ. ബദാം വേണമെങ്കിൽ നിങ്ങൾക്ക് തൊലി കളഞ്ഞിട്ട് വേണമെങ്കിൽ ചേർക്കാം. ഞാൻ തൊലിയോട് കൂടി തന്നെയാണ് ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതുപോലെ നന്നായിട്ട് പതഞ്ഞിട്ടാവും നമ്മൾ ജ്യൂസ് അടിച്ചെടുക്കുമ്പോൾ കിട്ടുക. അപ്പം നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് ജ്യൂസ് മാത്രമേ ഗ്ലാസ്സിലേക്ക് ആവുള്ളൂ കേട്ടോ. അതിൻ്റെ ആ ഒരു പദം മൊത്തം മിക്സിയുടെ ജാറിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഇത് നമ്മൾ ഒരു ഗ്ലാസ്സിലേക്ക് ലാസ്റ്റായിട്ട് ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുക. ലൈം ജ്യൂസ് ഒരു 3/4 ഭാഗം ഒഴിച്ചിട്ട് ബാക്കി ആ ഒരു പതയാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. എന്നാലേ നമുക്ക് കുടിക്കുന്ന സമയത്ത് വായിൽ ആ ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു ഇത് ഫീൽ ചെയ്യുള്ളൂ. നമ്മൾ സാധാരണ കോഫിയൊക്കെ ഇപ്പോൾ പതിപ്പിച്ചിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെയാണ് ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് കാണാനും അതുപോലെ തന്നെയാണ്, നമ്മൾ കുടിക്കുന്ന സമയത്തും അതുപോലെ തന്നെയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലൈം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി കുറച്ച് ടേസ്റ്റ് കൂട്ടാനായിട്ട് ഞാൻ ഇതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഒഴിക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കുടിക്കുന്ന സമയത്ത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രാവശ്യങ്ങൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.